ഇപ്പോൾ ഇൻസ്റ്റയും യൂട്യൂബ് ഷോർട്സ് ഒക്കെ തുറന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് കാണുന്ന ഒരു കാര്യമായിരിക്കും. അതായത് നമ്മുടെ എക്സ്മെൻ യൂണിവേഴ്സ് മൊത്തം നമ്മുടെ ടോബി മെഗുവർ സ്പൈഡർമാൻ്റെ യൂണിവേഴ്സ് നശിപ്പിക്കാൻ വേണ്ടി വരുന്നത്. അങ്ങനെ നമ്മുടെ ഈ സ്പൈഡർമാന് ഒറ്റയ്ക്ക് ആ എക്സ്മെൻസിനൊക്കെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യവും ചാറ്റ് ജി പി ടിയിൽ ചോദിക്കുന്നവർ. അങ്ങനെ ചാറ്റ് ജി പി ടി യെസ് സ്പൈഡർമാൻ ഹസ് ഡിഫീറ്റഡ് എൻറ്റയർ എക്സ്മെൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു റിപ്ലൈ കൊടുക്കുന്നവർ. എന്നിട്ട് കറുപ്പനേ അയ്യവ അറുബയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് BGM ഒക്കെ ഇട്ടുള്ള ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. ആക്ച്വലി അതൊക്കെ വല്ലതും ഉള്ളതാണോ? നമ്മുടെ ഈ സ്പൈഡർമാൻ ശരിക്കും ഈ എക്സ്മെൻസിനൊക്കെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ നമ്മുടെ സ്പൈഡർമാനെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ടെക്നിക്കലി അത് പോസിബിൾ അല്ല നമുക്കറിയാം. പക്ഷേ അങ്ങനെ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ഈ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. മെയിനായിട്ട് പണ്ടിറങ്ങിയിട്ടുള്ള സീക്രട്ട് വാർ കോമിക്സിലാണ് സ്പൈഡർമാൻ ഈ എക്സ്മെൻസിനൊക്കെ ഡിഫീറ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഈ സംഭവം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നമ്മുടെ ഈ സ്പൈഡർമാൻ ഒരുപാട് എക്സ്മെൻസിനൊക്കെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് 1-on-1 ഫൈറ്റിൽ നമ്മുടെ വൂൾവറിന്, ഡെഡ്പൂൾ, സൈക്ലോപ്സ് അതേപോലുള്ള ക്യാരക്ടേഴ്സിനൊക്കെ പുള്ളി ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു എൻറ്റയർ എക്സ്മെൻ ഗ്രൂപ്പായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറവാണ്. ഒരു സ്പൈഡർമാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ മിഗ്യുൽ ഒഹാറയാണ്. അതായത് ഫ്യൂച്ചർ വെർഷൻ ഓഫ് സ്പൈഡർമാൻ ആയിട്ടുള്ള 2099, അതായത് 2099 ഒരു ഫ്യൂച്ചർ വെർഷൻ ഓഫ് സ്പൈഡർമാൻ ആ യൂണിവേഴ്സിലുള്ള ഒരു എക്സ്മെൻസിനെ ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഒറിജിനൽ എക്സ്മെൻസും അല്ല, ഒറിജിനൽ പീറ്റർ പാർക്കറും അല്ല, മിഗ്യുൽ ഒഹാറയാണ്, വേറെ സ്പൈഡർമാനാണ്. അത് നമുക്ക് വിട്ടേക്കാം. ഇനി നമ്മുടെ പീറ്റർ പാർക്കർ ആക്ച്വലി ഇങ്ങനെ ഒരു ഫൈറ്റ് നടത്തിയിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈറ്റ് നടത്തിയിട്ടുണ്ട്. അത് സീക്രട്ട് വാർ കോമിക്സിൽ അതിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെയാണ്. പക്ഷേ അത് ഇത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സ്പൈഡർമാൻ ജയിക്കുന്ന പോലെയല്ല. അത് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, എന്തിന് ഈ സീക്രട്ട് വാർസ് നടക്കുന്നുള്ള കാര്യം. അതായത് 2015 ഇറങ്ങിയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒരു സീക്രട്ട് വാർ കോമിക്സ് ഉണ്ട്. അതിലാണ് ഈ ഇൻകേഷൻസ് ഒക്കെ കാരണം നമ്മുടെ ഈ മൊത്തം യൂണിവേഴ്സുകളൊക്കെ കൊളൈഡായിട്ട് അതിൽ നിന്ന് കുറച്ച് ഹീറോസൊക്കെ ഒരു ലൈഫ് ഡ്രാഫ്റ്റ് പോലത്തെ ഒരു സാധനം എടുത്ത് രക്ഷപ്പെട്ടിട്ട് അതിൽ നിന്ന് നമ്മുടെ ഡോക്ടർ ഡൂം ആണെങ്കിൽ ബിയോണ്ടേഴ്സ് ആണ് ഇതിനൊക്കെ കാരണം എന്നൊക്കെ കണ്ടുപിടിച്ചിട്ട് ആ ബിയോണ്ടേഴ്സിനെ കൊന്ന് അവരുടെ പവേഴ്സ് അബ്സോർബ് ചെയ്തിട്ട് ബാറ്റിൽ വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ബാറ്റിൽ വേൾഡിൻ്റെ റൂളറൊക്കെ ആയിട്ട് ഗോഡ് എംപറർ ഡൂമൊക്കെ ആയിട്ട് മാറുന്നത്. പക്ഷേ 1984 ഇതേപോലെ സീക്രട്ട് വാർസ് എന്ന് പറഞ്ഞിട്ട് ഒരു കോമിക്കും കൂടി ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ആ സീക്രട്ട് വാർ കോമിക്സിൽ ഇതേപോലെ ഒരു കൺസെപ്റ്റ് അല്ല, കുറച്ച് ഡിഫറൻ്റ് ആണ്. ഒരു കാര്യം സെയിം ആണ്, അതായത് വേറൊരു ഡൈമെൻഷണൽ ബീയിങ് ആണ്, അതായത് പവർഫുൾ ആയിട്ടുള്ള ഒരു ഡൈമെൻഷണൽ ബീയിങ് ആണ് ബിയോണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ. അങ്ങനെ ഈ ബിയോണ്ടേഴ്സ് ഈ ഹ്യൂമൻ റേസും ഈ നമ്മുടെ ഈ അവഞ്ചേഴ്സിനെയൊക്കെ കണ്ട് കുറച്ച് ഇംപ്രസ്ഡ് ആയിട്ട് ഇവരൊക്കെ വെച്ച് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല വേൾഡുകളുടെ ചില ഭാഗങ്ങളൊക്കെ കൂട്ടിച്ചേർത്തിട്ട് പുള്ളി തന്നെ ഒരു ബാറ്റിൽ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ക്രിയേറ്റ് ചെയ്യാണ്. അതായത് ഈ ഹീറോസിനൊക്കെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ഈ മാർവൽ യൂണിവേഴ്സിലുള്ള സകല ഹീറോസിനെയും വില്ലന്മാരെയും മ്യൂട്ടൻസിനെയും എക്സ്മെൻസിനെയും ഇൻഹ്യൂമൻസിനെയും എല്ലാവരും കൂട്ടിപ്പിടിച്ചിട്ട് ആ ഒരു ബാറ്റിൽ വേൾഡിൻ്റെ അകത്തിടും. എന്നിട്ട് അവർക്ക് എല്ലാവർക്കും ഓരോ ഓഫറും കൊടുക്കും. അതായത് ഇതിൽ ജയിക്കുന്ന ആരാണോ അവർക്ക് നിങ്ങൾ വിഷ് ചെയ്യുന്ന പോലെ, അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒരു സംഭവം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് അവർക്കൊരു ഓഫറും കൂടി കൊടുക്കും. പിന്നെ എന്താ, നിങ്ങൾ തമ്മിൽ തല്ലി ജയിക്കുന്ന പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയാണ് ആ ബാറ്റിൽ വേൾഡിൽ നടക്കുന്നത്. സോ ഒബ്വിയസ്ലി നമ്മുടെ ഈ അവഞ്ചേഴ്സൊക്കെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. പ്രത്യേകിച്ച് നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോറിലെ തിങ്ങൊക്കെ. കാരണം ജയിക്കുകയാണെങ്കിൽ പുള്ളിയുടെ ഹ്യൂമൻ ഫോമിലേക്കൊക്കെ പോയി മാറാന്നുള്ള രീതിക്കായിരിക്കും ആ ഫൈറ്റൊക്കെ നടക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ചേരിതിരിവൊക്കെ ഉണ്ടാവും. അതായത് നമ്മുടെ ഈ എക്സ്മെൻസ് ആണെങ്കിൽ ഈ അവഞ്ചേഴ്സിനൊന്നും ട്രസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. മാഗ്നീറ്റോ ആയിരിക്കും അവരുടെ ലീഡറായിട്ടുണ്ടാവുക. അങ്ങനെ ഈ മാഗ്നീറ്റോയുടെ കൂടെ എക്സ്മെൻസ് ഒക്കെ പോകാന്നുള്ള രീതിക്കായിരിക്കും അവരുണ്ടായിട്ടുണ്ടാവുക. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് വേറെ ഒരു കുരുട്ടുണ്ട്. അതായത് നമ്മുടെ ഡോക്ടർ ഡൂം. പുള്ളിയാണെങ്കിൽ എന്തിനാണ് ഈ ഫൈറ്റൊക്കെ ചെയ്യുന്നത്? ഇത്രയും വലിയ പവർഫുൾ ആയിട്ടുള്ള ആ ബിയോണ്ടേഴ്സിനൊക്കെ ഒന്ന് അവൻ്റെ പവേഴ്സ് തന്നെ അബ്സോർബ് ചെയ്യാന്നുള്ള രീതിയായിരിക്കും പുള്ളി ചിന്തിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ, നമ്മൾ അതിലേക്ക് വരുന്നില്ല. നമുക്ക് ഈ എക്സ്മെൻസിൻ്റെയും സ്പൈഡർമാൻ്റെയും കാര്യത്തിലേക്ക് വരാം. അങ്ങനെ നമ്മുടെ എക്സ്മെൻസ് ഇവരൊന്നും ട്രസ്റ്റ് ചെയ്യാതെ മാഗ്നീറ്റോയുടെ കൂടെ പോയിട്ട്, അതായത് മാഗ്നീറ്റോ എല്ലാവരും കൊല്ലാനുള്ള ഒരു പ്ലാനിൽ അങ്ങനെ നിൽക്കുകയായിരിക്കും. അങ്ങനെ നമ്മുടെ പ്രൊഫസർ എക്സൊക്കെ പുള്ളിയുടെ കൂടെ പോയി ചേരുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴായിരിക്കും ഇവന്മാരൊക്കെ എന്താണ് ചെയ്യുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്പൈഡർമാൻ ഒരു ചാറിനെ പോലെ വന്ന് ഒളിഞ്ഞു നോക്കാൻ വേണ്ടി വരുന്നത്. അതായത് മൊത്തത്തിലൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതായത് സ്പൈഡർമാൻ ശരിക്കും ആ ബാറ്റിൽ വേൾഡിൽ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് അറിയാനൊക്കെ വേണ്ടി വരുമ്പോഴാണ് ഈ എക്സ്മെൻസിൻ്റെ ഈ സംസാരമൊക്കെ കാണുന്നത് തന്നെ. അങ്ങനെ നമ്മുടെ സ്പൈഡർമാൻ അവിടെ നോക്കുന്ന ടൈമിൽ നമ്മുടെ പ്രൊഫസർ എക്സ്, വോൾവറിന്, കൊളോസസ്, സ്റ്റോം, സൈക്ലോപ്സ് ഇങ്ങനെയുള്ള കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പ്രൊഫസർ എക്സും പറയുന്നുണ്ട്, ഇത് നമ്മളുടെ ഫൈറ്റ് നമ്മൾ ഇവിടെ ബിലോങ് ചെയ്യുന്നില്ല, കാരണം അവഞ്ചേഴ്സ് ഒരിക്കലും നമ്മൾ വിശ്വസിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, ഹ്യൂമാനിറ്റി ഒരിക്കലും നമ്മൾ ട്രസ്റ്റ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ മാഗ്നീറ്റോ പറയുന്നതാണ് ശരി, മാഗ്നീറ്റോയുടെ കൂടെ ചേരണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പ്രൊഫസർ എക്സും എൻഡ് ഓഫ് ഡിസ്കഷൻ നമ്മൾ മാഗ്നീറ്റോ കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടി പോവാണെന്ന് അവർ ഡിസൈഡ് ചെയ്തിട്ട് അപ്പോഴാണ് പുള്ളിക്ക് അവിടെ എന്തോ ഒരു പന്തികേട് നടക്കുന്നത്. അവരാരോ സ്പൈ ചെയ്യുന്ന പോലെ. അത് സ്പൈഡർമാൻ ആണെന്ന് മനസ്സിലാവുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ സ്പൈഡർമാൻ അവിടെ ഉള്ളത് കണ്ടപ്പോൾ തന്നെ പുള്ളി ചാടി വന്നിട്ട് നമ്മുടെ പ്രൊഫസർ എക്സിന് ഒരു അടി അടിക്കുകയാണ്. ഉടനെ തന്നെ നമ്മുടെ വൂൾവറിനും കൊളോസസും അറ്റാക്ക് ചെയ്യാൻ വന്നതും അത് ചാടി ഡോഡ്ജ് ചെയ്തിട്ട് കൊളോസസിൻ്റെ തലയിൽ തന്നെ വല വിട്ടിട്ട് പുള്ളി തിരിക്കുകയാണ്. വൂൾവറിൻ്റെ അടിയിൽ നിന്നൊക്കെ പുള്ളി മിസ്സായിക്കൊണ്ടിരിക്കുകയാണ്. ടോം അവരുടെ പവേഴ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊന്നും കൊള്ളാത്ത പോലെ പുള്ളി ഡോഡ്ജ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മുടെ നൈറ്റ് ക്രോളർ ആണെങ്കിൽ സ്പൈഡർമാൻ്റെ പിന്നാലെ വരുന്നുണ്ട്. പക്ഷെ കൂളായിട്ട് തന്നെ സ്പൈഡർമാൻ പുള്ളിനെ വലയിട്ട് ലോക്ക് ചെയ്യാണ്.
അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വൂൾവറിൻ വീണ്ടും സ്പൈഡർമാൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. പുള്ളി ഓരോ തവണ വരുമ്പോഴും ഒരൊറ്റ തട്ടിന് നമ്മുടെ വൂൾവറിനെ തെറിപ്പിക്കുകയാണ് സ്പൈഡർമാൻ. അതിനിടയ്ക്ക് സൈക്ലോപ്സ് പുള്ളിയുടെ ഹീറ്റ് വിഷൻ യൂസ് ചെയ്തു. അതൊക്കെ കൂളായിട്ട് തന്നെ ഡോഡ്ജ് ചെയ്ത് പോവാണ് സ്പൈഡർമാൻ. അങ്ങനെ അവിടുന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് പോയിട്ട് നമ്മുടെ അവഞ്ചേഴ്സിൻ്റെ അടുത്ത് ഫെൻറ്റാസ്റ്റിക് ഫോറിൻ്റെ അടുത്തൊക്കെ ആ എക്സ്മെൻസ് മാഗ്നീറ്റോയുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നുള്ള കാര്യങ്ങളൊക്കെ അവരുടെ പ്ലാനൊക്കെ അവരുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്പൈഡർമാൻ വരുന്നത്. അവിടുത്തെ അടുത്ത് എത്തിയപ്പോൾ തന്നെ നമ്മുടെ സ്പൈഡർമാൻ പുള്ളി എന്തിനാണ് അവിടെ വന്നതെന്നുള്ള കാര്യം മറന്നുപോവാണ്. അതായത് നമ്മുടെ പ്രൊഫസർ എക്സ് ആണെങ്കിൽ പുള്ളിയുടെ മൈൻഡിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇറേസ് ചെയ്ത് കളഞ്ഞു. കാരണം ആ ഫൈറ്റും അങ്ങനെ ഒരു സംഭവം ഒന്നും പുള്ളിക്ക് ഓർമ്മയില്ല. സോ ഇതാണ് മെയിനായിട്ട് നമ്മുടെ ഈ അവഞ്ചേഴ്സ് നമ്മുടെ ഈ എക്സ്മെൻസിനെയൊക്കെ സ്പൈഡർമാൻ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം. ഓക്കെ, ഒട്ടുമിക്ക പവർഫുൾ ആയിട്ടുള്ള എക്സ്മെൻസ് ഒക്കെ ഉണ്ട് അവിടെ. പക്ഷേ നമ്മുടെ മാഗ്നീറ്റോ ഒന്നും ഇല്ല. അതേസമയം നമ്മുടെ സൈക്ലോപ്സ്, വൂൾവറിന്, കൊളോസസ് ഇവരൊക്കെ ഉണ്ട്. പക്ഷേ ഇവരുടെ ഒന്നും കയ്യിൽ നിന്ന് ഫൈറ്റ് ചെയ്തിട്ടല്ല നമ്മുടെ സ്പൈഡർമാൻ അവിടുന്ന് ഡോഡ്ജ് ചെയ്തുകൊണ്ടിരുന്നത്. പുള്ളിയുടെ സ്പൈഡർ സെൻസ് വെച്ചിട്ടാണ്. കാരണം ഇവരുടെയൊക്കെ അടിയിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ടാണ് പുള്ളി അതൊന്നും പോകൊണ്ടിരുന്നത്. അവരൊന്നും തിരിച്ചടിക്കാൻ നിന്നിട്ടില്ല. അതായത് സ്പൈഡർമാൻ്റെ സ്ട്രെങ്ത്തിനേക്കാൾ ഉപരി പുള്ളിനെ അവിടെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് പുള്ളിയുടെ പീറ്റർ ടിങ്കിൾസ് ആണ്, അതായത് സ്പൈഡർ സെൻസ്. അതേസമയം കൂളായിട്ട് തന്നെ പ്രൊഫസർ എക്സ് പുള്ളിയുടെ മൈൻഡിൻ്റെ ഉള്ളിൽ തന്നെ കയറിയിട്ട് നമ്മുടെ സ്പൈഡർമാൻ്റെ മെമ്മറി തന്നെ വൈപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കരുത്, ബ്രാൻഡ് ന്യൂ ഡേയിൽ നമ്മുടെ ജീൻ ഗ്രേക്ക് പോലും സ്പൈഡർമാൻ്റെ മൈൻഡിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയില്ലല്ലോ, അപ്പോൾ എങ്ങനെ പ്രൊഫസർ എക്സ് നമ്മുടെ സ്പൈഡർമാൻ്റെ മൈൻഡിൻ്റെ ഉള്ളിൽ കയറിയത്. ആക്ച്വലി ജീൻ ഗ്രേ അത്രയ്ക്കും പവർഫുള്ളായിട്ട് അതിൽ കാണിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മുടെ ഈ പ്രൊഫസർ എക്സ് ഒരു ഒമേഗ ലെവൽ മ്യൂട്ടൻ്റ് ആണ്. സോ പുള്ളിക്ക് സ്പൈഡർമാനൊക്കെ മൈൻഡിൽ കയറാൻ പറ്റുമായിരിക്കും. പിന്നെ കഥയിൽ കൂടുതൽ ചോദ്യമൊന്നുമില്ല. ഇനി നമുക്ക് കുറച്ച് റിയാലിറ്റിയിലേക്ക് വരാം. ഇനി ഈ ഒരു സംഭവമൊക്കെ വെച്ചിട്ട് എന്തായാലും നമ്മുടെ ഡൂംസ്ഡേയിൽ ഇതിൻ്റെ ഓപ്പണിംഗ് സീനിൽ തന്നെ നമ്മുടെ ഈ സ്പൈഡർമാൻ്റെ യൂണിവേഴ്സ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എക്സ്മെൻസ് വരുന്നുള്ള കാര്യമൊക്കെ ഓൾമോസ്റ്റ് ലീക്സ് ഒക്കെ കാരണം കൺഫേംഡ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഇവരൊക്കെ നമ്മുടെ ഈ സ്പൈഡർമാൻ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമോ? ആക്ച്വലി ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ല. അത് പച്ചവെള്ളം പോലുള്ള സത്യമാണ്. കാരണം നമ്മുടെ വൂൾവറിന്, സൈക്ലോപ്സ് ഇവരെ പോലുള്ള കുറച്ച് ക്യാരക്ടേഴ്സിനെയൊക്കെ ഒരുവിധം മാനേജ് ചെയ്ത് നിർത്താമെന്നല്ലാതെ ഈ സൈക്ലോപ്സിൻ്റെ ഒക്കെ ഒരു ലേസർ ബീം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കിടക്കത്തേ ഉള്ളൂ കരിഞ്ഞിട്ട്. അതേസമയം വൂൾവറിനൊക്കെ ആണെങ്കിൽ ഒരു വിധം അടിച്ചിടാനും പറ്റും, ഡിഫീറ്റ് ചെയ്യാനും പറ്റും. ഇതിന് വേറെയുള്ള കുറേ കോമിക്സിൽ വൂൾവറിനൊക്കെ ഒരുപാട് തവണ നമ്മുടെ സ്പൈഡർമാൻ ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ എക്സ്മാൻ്റെ കൂട്ടത്തിൽ വേറൊരുത്തരുണ്ട്, ഒരു കൊമ്പൻ, മാഗ്നീറ്റോൻ്റെ ഒക്കെ കൂടെ ഈ സ്പൈഡർമാൻ എന്നാ ചെയ്യാനാ? ചത്തുപോവും, വേറെ വഴിയൊന്നുമില്ല. പിന്നെ ഒരുപാട് റൂമേഴ്സൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ ഈ സ്പൈഡർമാനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡോക്ടർ ഒക്ടോബസ്, ഗ്രീൻ ഗോബ്ലിന്, സാൻഡ്മാൻ ഇതേപോലുള്ള ക്യാരക്ടേഴ്സൊക്കെ വരുന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ സാൻഡ്മാൻ വരുമെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഓൾറെഡി നോവേ ഹോമിൽ നമ്മുടെ സാൻഡ്മാനെ ക്യൂർ ചെയ്തിട്ടാണ് വിട്ടത്. സോ പുള്ളിക്ക് പവേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. ചിലപ്പോൾ ആ പുള്ളിയുടെ പവേഴ്സ് കൺട്രോൾ എടുക്കുന്ന പോലെയാണ് അതിൽ കാണിച്ചിട്ടുള്ളതെങ്കിൽ ചിലപ്പോൾ വരുമായിരിക്കും. എന്തായാലും ഡോക്ടർ ഒക്ടോബസ് വരുന്നുള്ള കാര്യം ഓൾമോസ്റ്റ് കൺഫേംഡ് ആയിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് മാഗ്നീറ്റോയുടെ കൈ കൊണ്ട് ഡോക്ടർ ഒക്ടോബസ് മരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് റൂമേഴ്സൊക്കെ ഉണ്ട്. പിന്നെ ഗ്രീൻ ഗോബ്ലിൻ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ ഗോബ്ലിൻ ചിലപ്പോൾ വരാം. പുള്ളിനെ ക്യൂർ ചെയ്തു. എന്നാലും നമ്മുടെ സ്പൈഡർമാൻ ഇതിന് മുമ്പുള്ള പടത്തിൽ ഈ ഗ്രീൻ ഗോബ്ലിൻ്റെ മോനായിട്ടുള്ള ആ ചങ്ങായി ആ സ്യൂട്ടൊക്കെ ഇട്ട് വരുന്നില്ലേ, അതേപോലെ ക്യൂർ ആയെങ്കിലും ആ സ്യൂട്ട് ഇട്ട് ചിലപ്പോൾ നമ്മുടെ ഗ്രീൻ ഗോബ്ലിൻ വന്നേക്കാം. സോ ഇതൊക്കെയാണ് ആ എക്സ്മെനെ നമ്മുടെ ഈ സ്പൈഡർമാൻ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ആ ഫൈറ്റിൽ ശരിക്കും നടത്തിയിട്ടുള്ള കാര്യങ്ങൾ. സോ ഇനി ഇതേപോലുള്ള ചില റൂമേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.